ഹലോ. അതെ അതെ അതെ, നിങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് തമ്പിയണ്ണ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കുകയാണ്. തമ്പിയണ്ണ സിനിമ എടുക്കാൻ പോകുന്നു. കൊള്ളാം, ഹിറ്റ് ആവുന്ന തമ്പിയണ്ണൻ തൊട്ടാ പൊന്നല്ലേ. ബമ്പർ ഹിറ്റ് ആവും, ബമ്പർ ഹിറ്റ്. ഇനി ഒരു 4 ദിവസത്തെ ഷൂട്ടൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പാക്കപ്പ്. ഇന്നത്തെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. കാരണം തമ്പിയണ്ണം വരണം. തമ്പിയണ്ണം വന്ന് തേങ്ങ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചാൽ മാത്രമേ ഷൂട്ട് തുടങ്ങാൻ പാടുള്ളൂ. ആ ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ സാറേ, നമ്മൾ ഈ പാട്ട് സീനിലേക്ക് വേണ്ടി ദാരികന്റെ ഫ്ലോട്ട് വല്ലതും ബുക്ക് ചെയ്തായിരുന്നു? ഇല്ലേ, ഒരു വേഷധാരി ഇവിടെ നിൽക്കുന്നു. ഹലോ, എഡിസൺ ഊരിപ്പോയിക. എടുത്തപ്പോ ഊരിപ്പോയി നേരെ പിടിച്ചിടണം. അതല്ല, SI എഡിസൺ ഊരിപ്പോയിക. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വന്നോ? അതാ എന്റെ മുഖത്ത് തുപ്പാൻ വേണ്ടി വന്നാ? അല്ല, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓപ്പറേഷൻ തൂഫാനാണോ? ഇവിടെ അല്ലേ വരേണ്ടത്? നിങ്ങൾ വീട്ടിൽ പോലും തൂഫണം. ലഹരിക്കെതിരെ സർക്കാർ കണ്ടുപിടിച്ച പുതിയൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. പള്ളിക്കൂടങ്ങൾ, കോളേജുകൾ, ഇതേപോലുള്ള മാർക്കറ്റുകൾ, ലൊക്കേഷനുകളിൽ ഞങ്ങളുടെ അന്വേഷണം വ്യാപകമായിരിക്കുകയാണ്. അനിയ, ഇവിടെ നിന്നെങ്ങാനും എനിക്ക് ഒരു തുള്ളി ലഹരി കിട്ടിയ എന്റെ അമ്മച്ചാണ് സത്യം, നിന്നെ ഞാൻ പൂട്ടും. സാറേ, നമ്മുടെ ഈ ലൊക്കേഷൻ ലഹരി എന്ന് വെച്ചാൽ സിനിമയാണ്. സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉത്സവ ലഹരിയാണ്. അത് വിജയിച്ചു കഴിഞ്ഞാല വിജയ ലഹരി. ഇപ്പൊ ശരിയാക്കി തരാതല്ലേ? Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. ഹലോ സാറേ, ഒന്നും പറയണ്ട സാറേ, ഇവിടെ മൊത്തവും ലഹരി. വിജയിച്ച ലഹരി, തോറ്റ ലഹരി. എന്താണ് നിന്റെ പേര്? ലാൽഹരി. ഇവിടെ ഒരുത്തന്റെ പേരിൽ വരെ ഉണ്ട് സാറേ ലഹരി. സത്യം. സാറേ എന്തിനു പറയുന്നു? ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്, ലാൽഹരി. എന്റെ അച്ഛന്റെ പേര് ലാൽ, എന്റെ പേര് ഹരി. അങ്ങനെ ലാൽഹരി. അങ്ങനെയാണെങ്കിൽ മാറ്റി പിടിക്കാൻ പറ്റൂ. ആരാ? അച്ഛനെ? അല്ല, എന്റെ പേരൊന്ന് മാറ്റി പിടിക്കാൻ പറ്റൂ. എന്നിട്ട് ഇനി മുതൽ നിന്നെ ഞാൻ ഹരിലാലെ എന്ന് വിളിക്കും. ഹരിലാലെ, 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 ലാൽഹരി. പ്രസന്റ് സാർ. ഇനി മുതൽ കേരള പോലീസ് നിന്നെ ലാൽഹരി എന്ന് വിളിക്കും. എടാ, തെക്കേക്കരക്കാര് ചിരിച്ചോടാ. ഇല്ല സാറേ. വടക്കേക്കരക്കാരോ? ഇല്ല സാറേ. വെറുതെ ഒരു പേരിന് വേണ്ടി 30 സെക്കൻഡ് ഞാൻ വേസ്റ്റ് ആക്കി. ബാക്കിയുള്ള 6.5 മിനിറ്റ് വലിയ സംഭവം നടക്കുന്നത്. നിങ്ങൾ മൊത്തം എത്ര പേരുണ്ടടാ? സാർ 2 പേര്. മനസ്സിലായില്ല. മൂത്ത ചേട്ടൻ, ഇളയത് ഞാൻ. നിന്റെ കുടുംബത്തിലെ കണക്കല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ സെറ്റിൽ മൊത്തം എത്ര പേരുണ്ടടാ? സാറേ, പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ മൊത്തം 50 പേരുണ്ട്. ആരടാ ഈ പ്രൊഡക്ഷൻ ബോയ്? അതോ സാറേ, 60 വയസ്സുള്ള ഒരു മനുഷ്യനെ കയറിയാണോ നീ ബോയ് എന്ന് വിളിക്കുന്നത്? ഇനി മുതൽ അവൻ പ്രൊഡക്ഷൻ ബോയ് അല്ല, പിന്നെ പ്രൊഡക്ഷൻ മാമൻ. അങ്ങനെ വിളിച്ചാൽ മതി. പ്രൊഡക്ഷൻ മാമ. ആരടാ ഈ പിച്ചക്കാരൻ? പിച്ചക്കാരനാ? ഈ പൈസയൊക്കെ മുടക്കുന്ന ആളെ? സാറേ, അത് പ്രൊഡ്യൂസർ. പിന്നീട് അവൻ പിച്ചക്കാരനായിക്കോളും. ആരടാ അവൻ? അതാണ് സാറേ തമ്പിയണ്ണൻ. നിനക്കവനണ്ണൻ, എനിക്കവൻ തമ്പി. എങ്കിൽ 2 കൂടെ ചേർത്ത് വെച്ച് തമ്പിയണ്ണൻ വിളിച്ചാ പോരെ സാറേ? സൗകര്യമില്ല. വിളിയടാ നിന്നെ തമ്പിയണ്ണനെ. അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് സ്റ്റാൻഡപ്പ് പഠിക്കുന്ന മനുഷ്യനല്ല തമ്പിയണ്ണൻ. തമ്പിയണ്ണനെ കുറിച്ച് ഞാൻ ബൂസ്റ്റ് ചെയ്താലേ തമ്പിയണ്ണൻ വരത്തുള്ളൂ. എന്നാ കുറച്ച് ബൂസ്റ്റ് കലക്കി വെച്ച് വിളിയടാ നിന്നെ തമ്പിയണ്ണനെ. തൊട്ടതൊക്കെ പൊന്നാക്കുന്നതാണ് തമ്പിയണ്ണൻ. ചുമ്മാ ഒരു പുളു പഠിക്കരുത്. തൊട്ടതെല്ലാം അങ്ങ് പൊന്നാവും. എല്ലാം പൊന്നാക്കൂല, കൈ തവണ ഒന്ന് പൊളിഞ്ഞായിരുന്നു. അങ്ങനെ ഒന്ന് വെള്ളിയായി. തമ്പിയണ്ണ. ഓ മക്കളെ, സമയം കഴിഞ്ഞ് വേറെ നമ്മള് തമ്പിയണ്ണ, ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളായിരുന്നു. നീ അങ്ങനെ കൂടുതൽ ബൂസ്റ്റ് ഉണ്ട. നീയൊക്കെ ബൂസ്റ്റ് തമ്പിയണ്ണൻ അടപടെല്ലാം പൊളിഞ്ഞു കൊണ്ടിരിക്കുക. നീ അത് വേണ്ട. മിസ്റ്റർ ജോൺ പീറ്റർ, ഞാൻ ബൂസ്റ്റ് വേണ്ടെന്നാ പറഞ്ഞ, എൻട്രി മ്യൂസിക് വേണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ലോ ബഡ്ജറ്റ് മ്യൂസിക് ഇടൂ പ്ലീസ്. ജോൺ പീറ്റർ. ലോ ബഡ്ജറ്റ്. തമ്പിയണ്ണൻ. തമ്പിയണ്ണൻ. തെക്കുള്ളപ്പ വടക്കു പോ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലൊക്കെ പോ. മിസ്റ്റർ കൂടോത്രം, പേര് പറഞ്ഞില്ല. നല്ല പേര്. തമ്പിയണ്ണൻ. തമ്പിയണ്ണ, തേങ്ങ ഉടക്കി പൂജ തുടങ്ങാം. മോനെ, നീ ഇങ്ങോട്ടൊന്നും മാറിയില്ലേ? ഇടത്തോട്ട് മാറിയില്ലേ? ചടങ്ങല്ലോ അണ്ണ? ചടങ്ങല്ല മോനെ, നമ്മൾ ഈ പൊസിഷൻ മാറി നല്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മനസ്സിലായി? നീ അങ്ങോട്ട് പോകും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യണം. ഇതിലേതാടാ തേങ്ങ? ഇത് 2 അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഭഗവാനെ കാത്തിരക്ഷിക്കണേ. പടം ഗംഭീര വിജയാവണേ ദൈവമേ. എന്താണ് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങുന്നത്? സാറ് ഓപ്പറേഷൻ തൂഫാന് വേണ്ടി വന്നതാണോ അതോ ലൊക്കേഷൻ തുടയ്ക്കാൻ വേണ്ടി വന്നതാണോ? ഇല്ല, ഓപ്പറേഷൻ തൂഫാന് വേണ്ടി വന്നതാണ്. ഭഗവാനെ കാത്തിരിക്കണം. ശരിയാക്കെ തരേ. 2 ആ പണി പള്ളി.
ആക്കിയതാണല്ലേ? അതെ, ചമ്മന്തിക്ക് വേണ്ടി ആക്കിയതാ. തമ്പിയണ്ണൻ. ശരിയാക്കി തരാം. ഓ തമ്പിയണ്ണ ആ മക്കളെ നന്നായി വാ. അതാരാ കാക്കിധാരി? വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറയും. അണ്ണാ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പറയരുത്, പൊളിയും. അത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷിക്കാൻ വന്ന പോലീസുകാരനാണ്. തമ്പിയണ്ണ മനസ്സിന് ധൈര്യം കൊടു തമ്പിയണ്ണ. മനസ്സിന് മാത്രം ധൈര്യം കൊടുത്തിട്ട് കാര്യമുണ്ടോടാ? പിന്നെ മൂത്രത്തിന് കൊണ്ട് ധൈര്യം കൊടുക്കണം. തമ്പിയണ്ണ പോയി സെറ്റ് ചെയ്യണം അങ്ങോട്ട്. പിടിച്ചേ സാറേ. സാറേ ഒരു കുഴപ്പം ഒന്നും ഒരു കുഴപ്പമില്ല സാറേ. ഇവിടെ ലഹരിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സാറേ. അതുകൊണ്ട് സാർ ഇവിടെ ഇരിക്കുക സാർ. ഒരു കുഴപ്പം സാർ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയോ? എന്ന് വിചാരിക്കും. സാർ ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയോ? സാറേ ഒരു മിനിറ്റ് സാറേ സംഭവിക്കില്ല ദൈവമേ. സാറിന് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ എടുത്തിട്ടില്ല. സാറ് നമ്മൾ ലൊക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സാറിന്റെ ഫുള്ള് ചെലവ് നമ്മൾ നോക്കും. അനിയാ നീ എന്റെ ചെലവ് നോക്കണ്ട. എന്റെ ചെലവ് നോക്കാൻ കേരള പോലീസ് ഉണ്ട്. അങ്ങനെ ഒരുത്തന്റെയും അവകാശത്തിലോ ചെലവിലോ സ്വാധീനത്തിലോ വീഴുന്നവനല്ല. നാളത്തെ പത്രത്തിലെ പ്രധാന വാർത്ത, അന്വേഷണ ഉദ്യോഗസ്ഥന് വൻ വീഴ്ച. പിന്നെ മറ്റൊരു വാർത്ത, വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥന് കൈത്താങ്ങുമായി തമ്പിയണ്ണൻ. ഫോട്ടോ സാറവിടെ നിൽക്കുക, ഒന്നും പോയില്ല. ആ ശരി എടുത്തോ. സാറേ കഴിഞ്ഞ ഇവിടെ മൊത്തത്തിൽ എനിക്കൊന്ന് സെർച്ച് ചെയ്യാനുണ്ട്. ഈ വൺ സെർച്ച് ഓപ്പറേഷൻ പിന്നെ നമ്മളെ നാളത്തെ ഇവിടെ ലൊക്കേഷൻ. അണ്ണാ ഫസ്റ്റ് ലൊക്കേഷൻ വൈക്കം ചെമ്പിലാണ്. ചുമ്പിലോ? ചുമ്മാതല്ലെന്ന് രാവിലെ എന്നെ മമ്മൂക്ക വിളിച്ച്. മമ്മൂസ ദുൽഖറേ അല്ല മമ്മൂക്ക. മമ്മൂക്ക വിളിച്ചു, എന്റെ പൊന്നു തമ്പിയണ്ണ എന്റെ നാടിന്റെ പേര് മാറ്റല്ലേന്ന്. അങ്ങനെ പറഞ്ഞ മമ്മൂക്കയുടെ നാടേതാ? ചെമ്പ്. തമ്പിയണ്ണൻ തൊട്ട എന്തോ ആവും? സ്വർണ്ണവും. അതല്ലേ പറഞ്ഞത്. അത് മാത്രമല്ല വേറൊരാള് വിളിച്ച്, തമ്പിയണ്ണ ഒരു 50 വർഷം കൊണ്ട് എന്റെ പേരിനൊപ്പം എന്റെ നാട് കൂടെ ചേർത്ത് ഞാൻ ജീവിച്ചു പോന്നേന്ന്. അതാരണ ചെമ്പിൽ അശോകൻ. തമ്പിയണ്ണൻ തൊട്ട് എന്നെ നാട്ടുകാര് സ്വർണ്ണം അശോക എന്ന് വിളിക്കുന്നു. ശരിയാണ്. എന്തിനാ അത്? പിന്നെ മോനെ ഇവിടെ ഈ ലൊക്കേഷനൊക്കെ വൃത്തിയാക്കാൻ നിൽക്കുന്നത് നമ്മളെ സ്വർണ്ണലത എവിടാ? അതിന് അവരെ പേര് വെറുലതയെന്നായിരുന്നല്ലേ? അറിയാലോ, തമ്പിയണ്ണൻ തൊട്ടാൽ. അല്ല തമ്പിയണ്ണ. പിന്നെ മോനെ ഇനി എടുക്കാൻ പോകുന്ന സീൻ ഏതാ? അണ്ണ ഇനി എടുക്കാൻ പോണ സീൻ എന്ന് വെച്ചാ ചെറ്റക്കുടലിനുള്ളിരിക്കുന്ന നായിക. ചെറ്റക്കുടലിൽ നായിക. അടിപൊളി സീൻ. അണ്ണ അതിന്റെ ആർട്ട് വർക്ക് കാണണം. വെറുതെ അല്ല, പൈസ കൊടുത്ത ബാഹുബലി ടീമാ വന്നിരിക്കുന്നത്. സൂപ്പർ അണ്ണ. ഞാനൊന്ന് പോയി കണ്ടിട്ട് എന്റെ പൊന്നണ്ണ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. അണ്ണൻ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ ചെറ്റക്കുടിൽ വരെ സ്വർണ്ണക്കുടിലാവും. അത് വേണോ? സോറി, തമ്പിയണ്ണ കഴിവ് തമ്പിയണ്ണ മനസ്സിലാക്കിയില്ല. ഇന്ന് രാവിലെ ഒരു പോസ്റ്റ്മാനെ തമ്പിയണ്ണൻ തൊട്ടു. എന്നിട്ട് പൊന്മാനായി അവിടെ അറിയാലോ. പോസ്റ്റ്മാനെ തൊട്ട് പൊന്മാനാക്കി വെച്ചേക്കുന്നു. ഈ ലെറ്ററിന് പകരം അയാൾ മീൻ കൊടുക്കേണ്ടി വരുമല്ലോ. അണ്ണാ ഞാൻ കുറച്ചു നേരം നോക്കുന്നു. പുറത്താരാണ് സായിപ്പ് വയ്ക്കുന്നത്? അത് വേറെ ആരുമില്ല, മറ്റേ ലോകകപ്പില്ലേ ഫിഫ പ്രസിഡന്റാ സായിപ്പ്. അതിനെ കൊണ്ടുവന്നിരിക്കുക. ലോകകപ്പ് തുടങ്ങിയല്ലോ. ഈ കപ്പ് ഈ ഒരുപാട് രാജ്യങ്ങളിൽ കൊണ്ടുപോയി എന്റെ മാറ്റ് കുറച്ചെന്തോ കുറഞ്ഞുപോയി. തമ്പിയണ്ണൻ ഒന്ന് വരണം, ഒന്ന് തൊടണം. എന്തോ അവരാഗ്രഹല്ലേ, തമ്പിയണ്ണൻ പോവാന്ന് വിചാരിച്ചു. അണ്ണാ അതൊക്കെ എണ്ണം പൊയ്ക്കോ. ആ കടക്കാരൻ വിളിച്ചായിരുന്നു. ഇന്ന് അയാൾക്ക് കുറച്ച് ഫണ്ട് കൊടുത്തില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് സാധനം തരത്തില്ലെന്നാണ് പറയുന്നത്. മൈ ഗോഡ്, പൈസ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഇന്നിവിടെ ചായയോടെ എന്തോടാ കടി കൊടുക്കുന്ന എന്തുവാ? ബിസ്ക്കറ്റ്. ഒരു ബിസ്ക്കറ്റ് കേട്. ബിസ്ക്കറ്റ് തമ്പിയണ്ണൻ തുറന്നു, സ്വർണ്ണ ബിസ്ക്കറ്റ് ആകുന്നു. കൊണ്ട് കൊടുക്കണ. അത് മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 25 ദിവസം ആകുന്നു. ഞാൻ എല്ലാവർക്കും ലഡു കൊടുത്ത് അണ്ണന് ലഡു കഴിക്കാം. സത്യം വേറെ സംഭവം പറയട്ടെ, 25 ദിവസമായത് ഞാൻ അറിഞ്ഞില്ല. പൈസ പോയത് ഞാൻ അറിയുന്നുണ്ട്. പിള്ളേരും പറയല്ലേ, സത്യമായ കേസാ. അണ്ണാ ലഡു കഴിയണം. അഖിലെ, അർജുനെ, ആ കൊച്ചയിലെ ആരെങ്കിലും എലീൻ ആരെങ്കിലും വിചാരിച്ചോ തമ്പിയണ്ണൻ തൊട്ട പൊന്നാവൻ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലോ, കണ്ടിട്ടില്ലല്ലേ? ലഡു വരെ സ്വർണ്ണ കേട്ടോ. ലഡു സ്വർണ്ണായതല്ല, പിന്നെ ജനിച്ചപ്പോഴേ ഇതിന്റെ കളർ ഇങ്ങനെയാണ്. ഏതാശുപത്രിയില്? സരള ബേക്കറി. അണ്ണാ ഇപ്പൊ കഴിക്കരുത് തമ്പിയണ്ണ. ഞാൻ പറയാം. അണ്ണ ഈ ലഡു ഇങ്ങനെ കഴിച്ചിട്ട് കറങ്ങി വന്നിട്ട് പറയണം, തമ്പിയണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ 25ാം ദിവസത്തിലേക്ക്. മറ്റേ തൊട്ടത് മുന്നാക്കി അങ്ങനെ എന്തെങ്കിലും വേണോ? അതും പറഞ്ഞോണം. ഓക്കെ. വീഡിയോ എടുക്കാമേ? എടുത്തോ അണ്ണാ. ആക്ഷൻ. കടിക്കുന്നു, ഒന്നുകൂടെ കടിക്കുന്നു, കറങ്ങി വരുന്നു. വരട്ട്. ഇത് ഓവർ ആക്ടിങ്. ഇത് ഓവർ ആക്ടിങ് ആണ്. പിന്നെ എന്തെന്നാ ഷുഗറിന്റെ ലെവല് കയറിയടാ. ഇവിടെ കണ്ണ് കാണുന്നില്ലേ ദൈവമേ? അയ്യോ, നീ ബാഗ് ഒന്ന് തുറന്നേ.
ബാഗ് തുറടാ. അയ്യോ നില്ല. അയ്യോ ദാ, ഈ മരുന്ന് വന്നിട്ട് ഇൻസുലിൻ എടുത്തതാടാ. ദൈവമേ വല്ല കാര്യം ഉണ്ടായിരുന്നു. അയ്യോ തുറന്നു വെച്ചില്ല. ഓ ദൈവമേ. ഓ നില്ല. ഓപ്പറേഷൻ തൂഫാന് എവിഡൻസ് കിട്ടി. പട്ടാപ്പകല് ലൊക്കേഷനിൽ തമ്പിയേട്ടൻ ലഹരി ഉപയോഗം. സാറേ ലഹരി ഉപയോഗിച്ചല്ല, തമ്പിയുടെ ഷുഗറിന്റെ ലെവൽ കയറിയതാണ്. ഇൻസുലിൻ എടുക്കല്ലേ തമ്പിയണ്ണൻ? ഇൻസുലിനിൽ നിന്നോട് ലഹരി ഇറങ്ങിയ അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ശരിയാക്കി തരണം ഞാൻ. തമ്പിയണ്ണൻ മനസ്സിലായില്ലേ? പെരുമ്പാവൂരിലെ ബംഗാളികൾ ലഹരി ഉപയോഗിച്ചപ്പം ഉണ്ണി മുകുന്ന ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തില്ലേ? അതുപോലെ അണ്ണന്റെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ അണ്ണ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന്? അങ്ങനെ എനിക്ക് കിട്ടിയടാ ഒരു പൊന്തൂവൽ. മിസ്റ്റർ തമ്പി, യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? നിങ്ങൾ സിറിഞ്ച് കുത്തി ഞാൻ വീഡിയോ എടുത്തു. പോകാം. എങ്ങോട്ട്? ജയിലിലേക്ക്. അയ്യോ തമ്പിയണ്ണ, ജയിലിൽ പോകുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തെക്കുള്ളപ്പോ വടക്കുവാ? വടക്കുള്ളപ്പോ തെക്ക് പോ. തെക്കും വടക്കുള്ളപ്പോ. ഈ സാധനത്തിന് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോട്ടെ? എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. തമ്പിയണ്ണ ഒരു മിനിറ്റ്, അണ്ണ എന്തായാലും ജയിലിൽ പോയിട്ട് തിരിച്ചിറങ്ങും ഒരു 6 മാസം. ഈ ലഡു കഴിച്ചിട്ട് ആ വീഡിയോ ഒന്ന് പറഞ്ഞു അണ്ണ. ഒരു മിനിറ്റ് സാറേ, നിയമം അനുവദിക്കുമെങ്കിൽ എന്റെ കൈയൊന്ന് വിടുവോ? അബ്സല്യൂട്ട്. പ്ലീസ് സാറേ, ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ തൊട്ട് സ്വർണ്ണാക്കുന്ന സാറ് നീ കണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇവന്റെ പല്ലടിക്കാൻ ഇന്ന് സ്വർണ്ണാക്കും, നോക്കിയോളാം. തമ്പിയണ്ണ, കുമ്പിയണ്ണൻ. ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ. Correct. പക്ഷെ നല്ല ക്യൂട്ട് പോലീസ് ഓഫീസർ. അതെ 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 അതെ. ഈ പോലീസ് ഓഫീസറിന് ലൈക്ക് അടി. എന്നിട്ട് വന്ന് ഇവിടെ പിടി തൂഫാനില്. ഇല്ല, ഞാൻ ക്ലീൻ ആണ്. പക്ഷേ ഷുഗർ കയറി ഇൻസുലിൻ അടിച്ചതിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ലഹരിക്കെതിരെ പിടിച്ചോട്ട് പോണത്. ശരിയാണ്. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം, അതെ, അല്ല, തീർച്ചയായിട്ടും. തെറ്റിദ്ധരിക്കാം, തെറ്റിദ്ധരിപ്പിക്കാം, ഏത് രീതിയിലും. നല്ല ത്രെഡായിരുന്നു കേട്ടോ അത്. ഷുഗർ കയറി അല്ലേ? അതെ അതെ. എടുത്ത് തൂഫാന്റെ പോലീസ് എടുത്ത് പോണം. അല്ല, അതായിരുന്നു ടിസ്റ്റ് സ്കിറ്റിന്റെ കറക്റ്റ്. പുള്ളി മൊബൈലും കൊണ്ടൊന്നും ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിന്തിക്കൂലേ? അതെ 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 അതെ. ഓൾ ടുഗദർ നല്ലൊരു സ്കിറ്റ് അല്ലേ? ആദ്യം പറഞ്ഞ് മനസ്സിലായില്ല. മൊത്തത്തിൽ ആ അങ്ങനെ പറഞ്ഞു. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ബാറ്ററി ഇനി ചാർജ് എത്രത്തോളം കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, Yes. യെസ്. 15,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്. ക്രെഡിറ്റ് ആയി. സൂപ്പർ. പൊന്നിനിപ്പോ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ ചാർജും കുറച്ചൊന്ന് കൂടണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം, അല്ലേ? സ്വർണ്ണം അധികം വാങ്ങരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിവിടെ ഉഴപ്പുന്നതെന്നാണോ പറയാൻ പറ്റുന്നത്? അയ്യേ, അങ്ങനെ പറയരുത്. ഇവരെല്ലാം ഇങ്ങനെ ഇനി 50 അടിക്കട്ടെ എന്നാണ്. അതെ, ആ 50-ന് വേണ്ടി, ആ പൊന്നിൻ തിളക്കം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. തമ്പിയണ്ണ, വാക്ക് തരണം. തീർച്ചയായും അടുത്ത പൊന്നാക്കണം, തീർച്ചയായും. കളർഫുൾ ആക്കണം. ഓക്കെ.